നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം തിരുവചനം. യേശുവിൻ്റെ ഈ വചനം കേവലം ഒരു ധാർമ്മിക ഉപദേശമല്ല, മറിച്ച് മനുഷ്യൻ്റെ ആത്മീയ ഘടനയെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പെടുത്തലാണ്. വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിച്ചതുപോലെ പാപമെന്നത് സ്നേഹത്തിൻ്റെ ക്രമക്കേടാണ്. സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടികളെ സ്നേഹിക്കുന്ന അവസ്ഥയാണ്. സമ്പത്തോ സുരക്ഷിതത്വമോ പ്രശസ്തിയോ നമ്മുടെ പരമമായ നിക്ഷേപമായി മാറുമ്പോൾ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് പകരം ലോകത്തിലേക്ക് മാത്രം വക്രീകരിക്കപ്പെടുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനായതിനാൽ ദൈവത്തിനായുള്ള ദാഹം അവൻ്റെ ഹൃദയത്തിൽ സഹജമായി തന്നെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്രമിക്കുന്നതുവരെ ആ ഹൃദയം അസ്വസ്ഥമായി തുടരും. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-2 തിരുവചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതയിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. നിക്ഷേപം ഭൗതികമെങ്കിലും ഹൃദയം ഭൗതികമാകുന്നു. നിക്ഷേപം ദൈവികമെങ്കിൽ ഹൃദയവും ദൈവികമാകും. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: എത്ര ചെറിയ ആസക്തിയും ആത്മാവിനെ ദൈവത്തിലേക്ക് ഉയരുന്നതിൽ നിന്നും തടയുന്ന ഒരു ആത്മീയ ഭാരമാകുന്നു. ഭൗതികമായ നിക്ഷേപങ്ങൾ നശ്വരമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശു ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാമത്തെ തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ സമ്പത്ത് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയില്ല. ഈ നിത്യനിക്ഷേപത്തിലേക്കുള്ള പാത ക്രിസ്തുവിൻ്റെ തന്നെ സ്വയം ശൂന്യവൽക്കരണമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ വിവരിക്കുന്നത് പോലെ ദൈവപുത്രൻ ലൗകിക മഹത്വങ്ങൾ വെടിഞ്ഞ് ദാരിദ്ര്യവും വിനയവും കുരിശും സ്വീകരിച്ചതിലൂടെ യഥാർത്ഥ നിക്ഷേപം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നു. സ്നേഹമുള്ളവരെ, എല്ലാം ഉപേക്ഷിക്കുന്ന ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന സുവിശേഷ സത്യം ഇവിടെ വ്യക്തമാണ്. നമ്മുടെ സ്നേഹത്തെ ക്രമപ്പെടുത്തുവാനും ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ ഏക നിത്യനിക്ഷേപം ദൈവമാണെന്ന് തിരിച്ചറിയുവാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.